ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമ്മേ ആമേൻ. എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണല്ലോ അല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ദ ലിറ്റർജിക്കൽ ഇയർ ആൻഡ് ക്രിസ്ത്യൻ ലൈഫ്, അല്ലെങ്കിൽ ആരാധന ക്രമവത്സരവും ക്രൈസ്തവ ജീവിതവും. എന്താണ് ലിറ്റർജിക്കൽ ഇയർ അല്ലെങ്കിൽ നമ്മുടെ ആരാധന ക്രമവത്സരം? അപ്പം പഴയ കാലത്ത് നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, ദൈവം ഈജിപ്തിൽ നിന്ന് പോകുന്ന ഇസ്രായേൽ ജനത്തിനോട്, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രായേൽ ജനത്തിനോട് ദൈവം എന്താണ് പറയുന്നത്? നിങ്ങൾ ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മ ആചരിക്കേണ്ട കുറച്ച് സംഭവങ്ങളെ പറ്റി ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം പെസഹ, തിരുനാള്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ എന്താണ് ചെയ്യുന്നത്? പുതിയ നിയമത്തിൽ എന്താണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള? ജീസസ് നമ്മുടെ ഇടയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഈശോ മനുഷ്യനായി അവതരിച്ചു. അപ്പം അവിടെ എന്താണ് ചെയ്യുന്നത്? ഈശോയുടെ മനുഷ്യാവതാരത്തിൽ, അല്ലെങ്കിൽ ജീസസ് നമ്മുടെ ഇടയിൽ വന്നതിൻ്റെ ഓർമ്മ, അതായത് ഈശോയുടെ ഈ ലോക ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ഭാഗങ്ങൾ ആഘോഷിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അനുസ്മരണമായിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങൾ, ഈശോയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ അനുസ്മരിക്കുന്നതിനായി ഓരോ പ്രത്യേക ടൈം നമ്മുടെ സഭ എല്ലാവർക്കുമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ദ ലിറ്റർജിക്കൽ ഇയർ ആയിട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കൊണ്ടാടുന്നത്. ഓക്കെ, അവിടെ എന്താണ്, ഏതൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും കുർബാനയ്ക്ക് പോകുമ്പോഴും എല്ലാം കാറോസസുകളെല്ലാം ലിറ്റർജിക്കൽ ഇയറിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ അനൗൺസിയേഷൻ, രണ്ടാമത്തെ നേറ്റിവിറ്റി, ദെൻ എപ്പിഫനി, ലെൻറ്റ്, ഈസ്റ്റർ, അപ്പസ്റ്റൽസ്, സമ്മർ, ഏലിയ, ക്രോസ് ഓർ മോസസ്, ഡെഡിക്കേഷൻ ഓഫ് ദ ചർച്ച്. അങ്ങനെ 9 കാലങ്ങളായിട്ടാണ് നമ്മുടെ ലിറ്റർജിക്കൽ ഇയറിന് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലും നമുക്ക് എപ്പോഴാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്? എപ്പോഴാണ് നമ്മളതിന് ശ്രദ്ധിക്കുന്നത്? എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാറോസസ് അടുത്താണെങ്കിൽ നമ്മുടെ പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും ആൾക്കാരുടെ സൈഡിൽ, 2 സൈഡിലുമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം കാലം മാറുന്നതനുസരിച്ച് അവിടെ മാറ്റി വെക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നു. അപ്പം നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞ് നമ്മൾ കാറോസസ, ഓരോ കാലത്തിൻ്റെ അനുസരിച്ചുള്ള കാറോസസ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. അതാണ് വാസ്തവം. പക്ഷെ ഏതൊക്കെയാണ്? ഒന്നാമത്തത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അനൗൺസിയേഷൻ, അല്ലെങ്കിൽ ഈശോയുടെ ജനനത്തിന് ഒരുക്കമായിട്ടുള്ള മംഗളവാർത്ത കാലം. അടുത്ത തന്നെ അവിടുത്തെ ജനനത്തെ അനുസ്മരിക്കുന്ന പിറവിക്കാലം, അതായത് നേറ്റിവിറ്റി. പിന്നെ എന്നാ ഉള്ളത്? ഈശോയുടെ മാമോദീസ കേന്ദ്രീകൃതമാക്കി എന്താണ്? ധനഹാക്കാലം, അല്ലെങ്കിൽ എപ്പിഫനി. ഇതും കഴിഞ്ഞാൽ ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തെ അനുസ്മരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നോമ്പുകാലം, മരണം. അതേതാണ്? ലെൻറ്റ് സീസൺ. അതിനുശേഷം ഉത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും അനുസ്മരിപ്പിക്കുന്ന ഏതാണ്? ഉയർപ്പുകാലം. അവിടെ ഏതാണ്? ഈസ്റ്റർ. അതിനുശേഷം ഏതാണ് വരുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും സഭയുടെ പ്രവർത്തനവും അനുസ്മരിക്കുന്ന സ്ലീഹാക്കാലം. അതേതാണ്? അപ്പോസ്തലൻസ്. അതിനുശേഷം വരുന്ന ഏതാണ്? കൈത്താകം, സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കൈത്താക്കാലം, അല്ലെങ്കിൽ സമ്മർ. പിന്നെ അവിടുത്തെ രൂപാന്തരീകരണവും രണ്ടാമത്തെ ആഗമനവും അനുസ്മരിക്കുന്ന ഏലിയ, സ്ലീവ, മൂശക്കാലങ്ങൾ, അതായത് ഏലിയ, ക്രോസ്, മൂശ. അതിനുശേഷം ഏതാണ്?
തന്റെ മണവാട്ടിയായ സഭയെ ഈശോ പിതാവിന് സമർപ്പിക്കുന്ന പള്ളിക്കുദാശക്കാലം. ഇങ്ങനെ 9 കാലങ്ങളാണ് സീറോ മലബാർ സഭയിലുള്ളത്. അതായത് 9ാമത്തേതാണ് ഡെഡിക്കേഷൻ ഓഫ് ദ ചർച്ച്. ഈശോ നമ്മുടെ സഭയെ പിതാവിന് സമർപ്പിക്കുന്നത്. അങ്ങനെ ഈ 9 കാലങ്ങളിലൂടെയാണ് നമ്മുടെ എല്ലാ ആരാധനാക്രമ മത്സരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ആരാധനാക്രമ മത്സരം ഈ 9 സീസൺസിൽ ആണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പം ഓരോ സീസൺസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാം. The Lord spoke to Moses, "Speak to the people of Israel and said to them, These are appointed festivals of the Lord, and you shall proclaim as holy convocations. 6 days shall work be done, but the 7th day is a Sabbath of complete rest." A holy convocation. In the first month, on the 14th day of the month, at twilight, there shall be a Passover offering to the Lord, and on the 15th day of the same month is the festival of unleavened bread. Similarly, the Lord commanded Moses to celebrate the festival of the first fruits, festival of weeks, the New Year Day, and the festival of the tabernacle. Leviticus chapter 23, verse 1 to 44. The aim of all these festivals was to recall all the majestic things in the history of Israel performed by our Lord and pay thanks to Him. God wished that their lives should have an inseparable link with Him. Recalling all the significant events in the salvific scheme of God consummated in Jesus, the Church offers thanks to God through the liturgical year. The liturgical year is designed in such a way as to concentrate on the significant mysteries of the salvation event extending from the birth of Jesus up to His glorious second coming. Our liturgical calendar is arranged as we use it now by Ishoiab III, the then Patriarch of the East Syrian Church. The importance of different seasons. Christians are called for living with a messianic experience, partaking in the mysteries of Jesus' life, so that they may secure the consequent heavenly bliss. The time-bound commemoration and observance of all these salvific events, consummated in Jesus and a life suiting to their spirit, no doubt would transform us to true Christians. On the basis of the importance of the events in the history of salvation, the liturgical year is divided into 9 seasons. Liturgical seasons of the Syro-Malabar Church. 1. Annunciation, the season of preparation for the birth of Jesus. 2nd. Nativity, the season commemorating the birth of Jesus. 3rd. Epiphany, the season focusing on His baptism. 4th. Lent, the season of the 40-day fasting, passion and death of Jesus. 5th. Easter, the season recalling the resurrection and ascension. 6th. Apostles, the descent of the Holy Spirit and the activities of the Church. 7th. Summer, the period of the growth of the Church. 8. Elijah crows Moses, to recall the transfiguration and the second coming. 9th. Dedication of the Church, the period to consecrate the Church, Jesus' bride, to His Father. In order to impart the spirit of each season to the faithful, the prayers of the Holy Kurbana and the Divine Office are arranged accordingly. To grow in the Messianic experience, we must live according to the spirit of the different periods of the liturgical year. That is the reason why the Church teaches us to resort to spiritual exercises, either emanating from the liturgical practices or agreeable to them. Annunciation. The liturgical year starts with Annunciation. This period is planned to prepare for the birth of Christ, falling on 25th December. This period is so arranged that there are 4 Sundays before Christmas, and the 25-day fasting prior to Christmas is from 1st to 25th December. In Syriac, this period is known as Subra, meaning the period of announcements. The announcement by Angel Gabriel to Blessed Virgin Mary was a welcome one to the people awaiting their Redeemer. The unconditional love of God for us, despite our sinfulness, is revealed through Christmas. We must repay this love of God by loving God and man unconditionally. The main topics we meditate upon during this period are the announcement about the birth of John the Baptist, the forerunner of Jesus, the birth of John, the creation of man, the disobedience of our forefathers and the consequences, the deplorable state of the fallen man, the promise of redemption by God, the covenant of God with man, and the prophecies about the Redeemer. The Church specially reminds us of the negative aspects of sin. To receive the Redeemer, repentance and penance are essential.
During this period, we remember in a special way Blessed Virgin Mary, who cooperated wholeheartedly with the mystery of salvation. Prayers and hymns in honor of Virgin Mary are special features of the period. Nativity. The duration between the day of Christmas and the feast of Epiphany is the period of Nativity. The important thoughts for meditation offered for the period are the birth of Jesus, his presentation in the temple, the visit by the wise men, and the escape to Egypt. We must remember at this juncture the affection and love of God who sent his Son to redeem mankind despite our worthlessness. The inordinate happiness at the birth of the Redeemer, praise and gratitude to God for having sent the Redeemer, and our respect for Blessed Virgin Mary are the different sentiments we must give vent during this period. Epiphany or Denha. In this period, we specially remember the baptism and the public life of Jesus. This period starts with the feast of Epiphany celebrated on 6th January. The Church has celebrated the feast of Epiphany since the 2nd century. In Syriac, the word Denha means the sunrise or manifestation. During the baptism of Jesus, the sonship of Jesus as well as the revelation of the mystery of the Holy Trinity of the Father, the Son and the Holy Spirit was revealed to man. We remember these events at this feast. Jesus revealed himself during the public life that followed his baptism. The spirit of this period exhorts us to bear witness to Christ, who revealed God's love, wandering all over and doing good to others, and to repay his love. On all the Fridays of this season, we commemorate all those apostles and saints who revealed Jesus to the world. We pray to the dead on the last Friday of this period. Lent. The season of Lent consists of 7 weeks. The days to prepare for Easter, the central event of the liturgical year. This season starts remembering Jesus who frustrated the temptations of Satan. This season is specially allotted to meditate on the mysteries of Jesus, passion and death, besides engaging in doing penance for our sins. The 40-day fasting by Jesus mentioned in the Holy Scripture is the basis for this season of Lent. The first Sunday of this season is known as Peturta, which means in Syriac, look back. Our church observes 50-day fasting from midnight of Peturta Sunday until Easter Sunday. We remember during this season events such as the sin of man and its after effects, the need for repentance and change of mind, the inestimable love and mercy of God to the repentant sinner, and the mysteries of the passion and death of Jesus. This season exhorts us to resort to fasting, prayer, and generosity, and thus restore power to outlive the ways of evil, following the footsteps of Jesus, who outlived the temptations and offered himself to God. Easter. Easter, the most important feast of this season, is the central event of the liturgical year. This season persuades us to participate in the new life secured by Jesus with his resurrection and to enjoy it. This season has 7 weeks extending from the feast of Easter up to the Pentecost. Heaven was opened by the resurrection of Jesus, and consequently the saints entered heaven, and so the feast of all saints is celebrated on the first Friday after Easter. The second Sunday after Easter is known as the New Sunday or the Sunday of St. Thomas. We commemorate on this Sunday the proclamation of faith by Apostle Thomas when he saw the resurrected Jesus. The first week of this season is called the Week of Weeks. The resurrection of Jesus assures our resurrection. If Christ has not been raised, then our proclamation has been in vain. 1 Corinthians chapter 15 verse 14. Do you know that all of us who have been baptized into Christ Jesus were baptized into his death? Romans chapter 6 verses 3-4. The season of Easter exhorts us to cherish every moment of our life, incorporating the death and resurrection of Jesus, and transform ourselves into the realm of those who are dead to sin and live in Jesus. Apostles. This season starts with the Feast of Pentecost. We are expected to meditate during this season on the descent of the Holy Spirit, the relation between the apostles and the church, the spirit of the ancient church, the missionary nature of the church, etc. The official inauguration of the church was on the day of Pentecost. Only after Pentecost, the apostles, inspired by the Holy Spirit, went all over the world with the message of the gospel and laid the foundation for the different communities of the church. The meaning of the word Sliha in Syriac is one who is sent. We who received baptism and chrismation are also sent just like the apostles. This season reminds us that we must be witnesses to Christ by engaging in the apostolic mission of the church.
summer or Kaita. The 7 weeks after the season of apostles is known as the season of summer. Kaita in Syriac language means the summer, the season of harvest. It is also known as the season of fruits. Here we recall how the tree of the church, being rooted with the hard work of the apostles and spreading itself far and wide in the world, begot many saints and martyrs and flourishes. The season starts with the feast of the 12 apostles, who were the foundation for the growth of the church. All those saints who suffered martyrdom for the growth of the church are commemorated on the Fridays of this season. All the children of the church should try to attain an interest and vigor to work for the growth of the church. Elijah Cross Moses. The feast of the exaltation of the cross, celebrated on 14 September, is a central event of this season. We meditate on the glorious second coming of Jesus with the sign of the cross and exhorted by the angels, the end of the world and the last judgment. The church now prays for the blessing to welcome Jesus, joining with the saints. This season exhorts us to be vigilant against the temptations of the devil and wait for the second coming of Jesus, setting ourselves free of sins. Moses and Elijah, who appeared with Jesus at his transfiguration, are also commemorated during this season. The transfiguration of Jesus is actually the symbol of his second coming. Moses is a symbol of the law and Elijah of the prophets. The ancient church believed that Elijah would come before the second coming of Jesus. Malachi chapter 4 verse 5. And after an argument with the son of ruination would reveal his mistake to the world. Dedication of the church. The last 4 weeks of the liturgical year constitute this season. This is a season when we recall Jesus dedicating the church, his bride, to God on Doomsday. The feast of the first week of this season is known as the Feast of the Dedication of the Church. This season helps us to meditate more on the church and to configure ourselves with the church moving heavenward. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്നാണ് തിരുവചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉത്കണ്ഠകളോ ആകുലതകളോ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുക എന്നല്ല, മറിച്ച് ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്നാണ് ഈശോ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഇടവിടാതെ പ്രാർത്ഥിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ ആഹ്വാനത്തിന് തിരുസഭ ഒരുമിച്ച് നൽകുന്ന പ്രത്യുത്തരമാണ് യാമപ്രാർത്ഥനകൾ. നമുക്കറിയാം, സ്വർഗത്തിൽ സ്വർഗീയ വൃന്ദങ്ങളും മാലാഖമാരും വിശുദ്ധരും സ്വർഗവാസികൾ മുഴുവനും സദാസമയവും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തെ അവർ നിരന്തരം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വർഗവാസികളുടെ ഈ പ്രാർത്ഥനയോട് ഭൂവാസികൾ കൂടി ഒരുമിച്ച് ചേരുന്ന മഹനീയമായ നിമിഷങ്ങളാണ് യാമപ്രാർത്ഥനയുടെ അവസരങ്ങൾ. തിരുസഭ മുഴുവൻ നിരന്തരം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥന ശ്രവിച്ച് ദൈവം സ്വർഗത്തിൽ നിന്നും കൃപകൾ, അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ചൊരിയുന്ന മഹനീയമായ നിമിഷങ്ങളാണ് യാമപ്രാർത്ഥനയുടെ അവസരങ്ങൾ. അതുകൂടാതെ യേശു ക്രിസ്തു തൻ്റെ മൗതിക ശരീരമായ സഭയോടൊരുമിച്ച് പിതാവിന് സമർപ്പിക്കുന്ന തിരുസഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥന കൂടിയാണ് യാമപ്രാർത്ഥന. യാമപ്രാർത്ഥനയുടെ ലക്ഷ്യമെന്നത് യാമങ്ങളെ വിശുദ്ധീകരിക്കുക എന്നതാണ്. കൂടാതെ ഓരോ ദിവസത്തെയും ഓരോ നിമിഷങ്ങളെയും വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന കൂടിയാണ് യാമപ്രാർത്ഥനകൾ. അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ മഹനീയമായ നിമിഷങ്ങളാണ് യാമപ്രാർത്ഥനയുടെ അവസരങ്ങൾ. ദിവസത്തിൽ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുക എന്നത് യഹൂദരുടെ ഒരു പാരമ്പര്യമായിരുന്നു. ഈശോയും ദിവസത്തിൽ പലതവണ പ്രാർത്ഥിച്ചിരുന്നത് നാം കാണുന്നുണ്ട്. ആദിമസഭയിലും ഇതുപോലെ ദിവസത്തിൻ്റെ വിവിധ അവസരങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നതായി പാരമ്പര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സീറോ മലബാർ സഭയിലും ഔദ്യോഗികമായി 7 യാമങ്ങളായി തിരിച്ച് യാമപ്രാർത്ഥനകളുണ്ട്. എങ്കിലും അവയിൽ പ്രധാനമായുള്ളത് 3 യാമങ്ങളിലെ പ്രാർത്ഥനയാണ്. അവ റംസ, ലെലിയ, സപ്ര എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്.
റംസ എന്നാൽ സായാഹ്ന പ്രാർത്ഥന, അതായത് സായാഹ്നത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മഹനീയമായ നിമിഷം. ഒരു ദിവസം മുഴുവൻ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, കൃപകൾക്ക് നന്ദി പറയുന്ന വേള. കൂടാതെ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു, തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നു, ലോകം മുഴുവനും വേണ്ടി, രോഗികളും വേദനിക്കുന്നവരും ആകുലരുമായ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കുന്ന അനുഗ്രഹത്തിൻ്റെ വേളയാണ് സായാഹ്ന പ്രാർത്ഥനയായ റംസ. തുടർന്ന് വരുന്നത് ലെലിയയാണ്. ലെലിയ എന്നാൽ രാത്രി ജപം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് അന്ന് കരം പിടിച്ച് നടത്തിയ, കരുതലേകി പരിപാലിച്ച ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്ന മനോഹരമായ അവസരമാണ് ലെലിയ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. കൂടാതെ രാത്രി മുഴുവൻ സംരക്ഷിക്കണമേ എന്നും ഓരോ നിമിഷവും പരിപാലിക്കണമേ എന്നും പ്രാർത്ഥനയോടെ ലെലിയ പ്രാർത്ഥന അവസാനിക്കുന്നു. തുടർന്നുള്ളത് സപ്ര പ്രാർത്ഥനയാണ്, അതായത് പ്രഭാത ജപം. പ്രഭാതത്തിൽ ഉണർന്ന് സൃഷ്ടാവിനെ സ്തുതിക്കുന്ന മഹനീയമായ അവസരമാണ് സപ്ര പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച, അനുനിമിഷവും വഴി നടത്തുന്ന സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടികളോട് ചേർന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മഹനീയ നിമിഷം. ഈ പ്രാർത്ഥനകളെല്ലാം ദൈവകൃപ നമ്മിലേക്ക് സമൃദ്ധമായി ഒഴുകുന്ന മഹനീയമായ നിമിഷങ്ങളാണ്. യാമപ്രാർത്ഥനകൾ സന്യസ്തർക്കും വൈദികർക്കും വേണ്ടി മാത്രം ക്രമീകരിച്ചിട്ടുള്ളതല്ല, മറിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ, നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുവാൻ ലഭിച്ചിരിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങനെ ദൈവം നമ്മോടൊപ്പമായിരുന്ന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Liturgical year and the liturgy of hours. The mystery of Christ, His incarnation and Passover, which we celebrate in the Eucharist, especially at the Sunday Assembly, permeates and transfigures the time of each day through the celebration of the liturgy of the hours, the divine praises. This celebration, faithful to the apostolic exhortations to pray constantly, is so planned that the whole course of day and night is made holy by the praise of God. In this public prayer of the Church, the faithful, clergy, religious and lay people exercise the royal priesthood of the baptized. As it is celebrated in the form approved by the Church, the liturgy of the hours is truly the voice of a bride conversing with her bridegroom. It is the very prayer of Jesus together with his body to his Father. ആരാധനാക്രമ മത്സരത്തിൻ്റെ ഈ 9 കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോഴും നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന യാമപ്രാർത്ഥനകൾ, ഇതിപ്പം ഒരു വർഷത്തെ ഫുള്ളായിട്ട് നമ്മൾ 9 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ദിവസത്തിൻ്റെയും ഓരോ യാമങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ടൈം, ഓരോ ദിവസത്തെയും ഡിവൈഡ് ചെയ്തുള്ള പ്രാർത്ഥനകളും നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂടിയിട്ടുണ്ട്. ലിറ്റർജിക്കൽ ഇയർ ആൻഡ് ദ ലിറ്റർജിക്കൽ അവേഴ്സ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, രാവിലെ കുർബാന തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രഭാത പ്രാർത്ഥനകൾ. അതുപോലെ തന്നെ നിങ്ങൾ കോൺവെൻറ്റുകളിലൊക്കെ പോയി ട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ ഓരോ യാമപ്രാർത്ഥനയുടെയും സമയം അനുസരിച്ച് അവിടെ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അവർ അതിന് മുടക്കം വരുത്താതെ പ്രാർത്ഥനകളിൽ അവർക്ക് സമയക്രമം അനുസരിച്ച് അവിടെ എല്ലാ പ്രാർത്ഥനകളും. അതുപോലെ നമ്മൾ ചില ഇപ്പം നമുക്കിവിടെ എല്ലാ അച്ഛന്മാർക്കൊന്നും എല്ലാ സമയവും എല്ലാ പ്രാർത്ഥനയൊന്നും ചെല്ലാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ സമയം കിട്ടുന്നതനുസരിച്ച് അവരായാലും അച്ഛന്മാരായാലും ആ പ്രാർത്ഥനകൾ ചെല്ലാറുണ്ട്. ഇല്ല, അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, സീനിയർ ആയിട്ടുള്ള ഗ്രാൻഡ് പേരൻസ് ഉള്ള വീടുകളിൽ ശ്രദ്ധിച്ചാൽ അറിയാം. അവരായാലും രാവിലെ തൊട്ട് വൈകുന്നേരങ്ങളിലുള്ള സമയങ്ങളിൽ ബുക്ക് നോക്കിയൊന്നും ആയിരിക്കത്തില്ല അവരൊന്നും. അവരുടെ മനസ്സിൽ നിന്നുള്ള ആ സമയം അവരുടെ മനസ്സിലുണ്ട്. ആ സമയത്ത് അവരുടെ മനസ്സിൽ വരുന്ന പ്രാർത്ഥനകൾ ചെല്ലാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും കാണണമെന്നില്ല, കാരണം നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഗ്രാൻഡ് പേരൻസ് ഉള്ള ഫാമിലികളിൽ നമുക്കത് കാണാൻ പറ്റും. കൂടുതലായിട്ടും നമുക്കിത് കാണാൻ പറ്റുന്ന എപ്പോഴാണ്,
നമ്മുടെ കോൺവെന്റുകളിൽ എന്തെങ്കിലും പോകാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അന്നേരം നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അതിൻ്റെ പുസ്തകങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ദൈവവുമായിട്ട് നിരന്തരം നമ്മൾ സമ്പർക്കത്തിലായിരിക്കാൻ വേണ്ടി സഭ ഓരോ അവേഴ്സിനെ ലിറ്റർജിക്കൽ അവേഴ്സ് ഉണ്ട്, ലിറ്റർജിക്കൽ ഇയർ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഓരോ പ്രാർത്ഥനയിലും പങ്കുവരാം. അപ്പം നമുക്കിപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ക്ലാസ്സുകളിലായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ എപ്പോഴാണ് പ്രാർത്ഥിക്കും? ഇല്ല, വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കാം. ഇപ്പൊ 24 മണിക്കൂർ നിങ്ങൾ പഠിക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യുക അല്ല. അപ്പൊ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനേക്കാൾ ഉപരി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷുവറായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സമയം കിട്ടും. അതിനനുസരിച്ച് ദൈവം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ക്രമപ്പെടുത്തി തരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.